കുത്തിവയ്പ് എടുത്തിട്ടും പേവിഷബാധയേറ്റ ബാലിക മരിച്ചതിന്റെ ഞെട്ടലിലായിരുന്നു നമ്മൾ. ദരിദ്ര രാജ്യങ്ങളുടെ രോഗമായാണ് റാബിസ് ഏറെക്കുറെ അറിയപ്പെടുന്നത്. വികസിത രാജ്യങ്ങൾ പേവിഷബാധയെ ഏറെക്കുറെ തുടച്ചു നീക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ റാബിസ് ഇപ്പോഴും വലിയ പൊതുജനാരോഗ്യ പ്രശ്നമാണ്. റാബ്ഡോവിറിഡെ കുടുംബത്തിൽപ്പെട്ട RNA വൈറസാണ് റാബിസ് വൈറസ്. തെരുവു നായ്ക്കളുടെ സാന്നിധ്യം അനുദിനം പെരുകുന്ന കേരളത്തിലെ നിരത്തുകളിലൂടെ ജീവൻ പണയം വെച്ചാണ് കാൽനട യാത്രക്കാരുടെയും ഇരുചക്രവാഹന യാത്രക്കാരും സഞ്ചരിക്കുന്നത്. തെരുവു നായ്ക്കൾ വീടിനുള്ളിലേക്ക് വരെ ഓടിക്കയറി ആക്രമണം നടത്തുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പേവിഷബാധയ്ക്ക് മുന്നിൽ മരുന്നുകൾ പോലും പരാജയപ്പെടുമ്പോൾ നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളെ പറ്റിയാണ് പ്രധാന ചർച്ചകൾ. നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് ജീവനും ജീവിതവും തിരികെ പിടിക്കാൻ സാധിക്കുന്ന ചില അറിവുകളുമായി എത്തുകയാണ് IMA സംസ്ഥാന സമിതി റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ. ആദ്യ മിനിറ്റുകൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. പേപ്പട്ടി കടിച്ചാൽ ഓടിച്ചെന്ന് കുത്തിവയ്പ്പെടുക്കുകയല്ല ആദ്യം വേണ്ടത്. കടിയേറ്റ ഭാഗം മുഴുവൻ ഏറെ നേരം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കുകയാണ്. മുറിവിലുള്ള വൈറസ് പരമാവധി ഒഴിവാക്കാൻ ഇത് ഉപകരിക്കും. പേവിഷബാധയ്ക്കുള്ള സാധ്യത അതോടെ നന്നായി കുറയുകയും ചെയ്യും. അതിനുശേഷം കുത്തിവയ്പ് എടുക്കുകയും വേണം. ആളുകൾക്ക് മുറിവ് കഴുകുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അവബോധം വളരെ കുറവാണ്. പേവിഷ പ്രതിരോധ കുത്തിവയ്പായ ആൻറ്റി റേബീസ് വാക്സിൻ എടുത്താലും അപൂർവമായി ചിലപ്പോൾ പേവിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. എവിടെയാണ് കടിയേറ്റത് എന്നതിനെ കൂടി ആശ്രയിച്ചാണ് പേവിഷബാധ ഏൽക്കുന്നത്. വൈറസിൻ്റെ സ്പീഡ് അളവ് എന്നത് ദിവസം 1-2 സെന്റിമീറ്റർ ആണ്. കടിയേറ്റ ഭാഗത്തെ മുറിവിലൂടെയാണ് പേപ്പട്ടിയുടെ ഉമിനീരിൽ നിന്നുള്ള വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്നത്. ഇത് നാഡികളിലൂടെ സഞ്ചരിച്ച് സുഷ്മനയിലും തലച്ചോറിലും എത്തുമ്പോഴാണ് പേവിഷബാധയുണ്ടാകുന്നത്. വളരെ സാവധാനമാണ് ഈ നീക്കം. സാധാരണ ഒരു ദിവസം 1-2 സെന്റിമീറ്റർ മാത്രമാണ് ഇവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുക. അതായത് വൈറസിന്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടിയേറ്റ ഭാഗത്ത് നിന്ന് തലച്ചോറിലേക്ക് എത്തുന്നതിന് മുൻപേ വാക്സിൻ ഉപയോഗിച്ച് ഇവയെ നിർവീര്യമാക്കുകയാണ് ചെയ്യേണ്ടത്. തലച്ചോറിനെ ബാധിച്ച രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ പിന്നെ ചികിത്സ വളരെ ദുർഘടമാണ്. വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് പേവിഷബാധ ഏൽക്കുന്നു എന്ന ചോദ്യങ്ങളും സംശയങ്ങളും കൂടുതലായി കേട്ടുവരികയാണ് നമ്മൾ. നാഡികൾ കൂടുതലുള്ള തല, മൂക്ക്, ചെവി, ചുണ്ട്, മുഖം, കഴുത്ത്, വിരൽ തുമ്പുകൾ എന്നീ ഭാഗങ്ങളിലാണ് നായ കടിക്കുന്നതെങ്കിൽ റിസ്ക് വളരെയധികം കൂടുതലാണ്. കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആണ് കടി ഏൽക്കുന്നതെങ്കിൽ ദൂരം മൂലം വൈറസ് തലച്ചോറിലെത്താൻ ഏറെ സമയമെടുക്കും. ചിലപ്പോൾ 1 മാസം വരെയാകാം ആ സമയമെന്ന് പറയുന്നത്. എന്നാൽ കടിക്കുന്നത് തലഭാഗത്താണെങ്കിൽ വളരെ കുറഞ്ഞ സമയം മതി. പ്രതിരോധ വാക്സിൻ, ആന്റിബോഡികൾ ഇവ ശരീരത്തിൽ ഏൽക്കുന്നതിന് മുൻപേ വൈറസ് തലച്ചോറിൽ കടന്ന് വിഷബാധയുണ്ടാക്കിയേക്കാം. ഇതാണ് വാക്സിൻ എടുത്താലും ചിലർക്ക് പേവിഷബാധയുണ്ടാകാൻ കാരണമാവുന്നത്. കുട്ടികളെ കടിക്കുമ്പോൾ അപകടം കൂടുതലാണ്. മുതിർന്നവരെ പട്ടി കടിക്കുന്നത് മിക്കപ്പോഴും കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആകും. വീഴ്ചയിലാണ് മറ്റു ഭാഗങ്ങളിൽ കടിക്കാനുള്ള സാധ്യതയേറെ. എന്നാൽ ഉയരം കുറവായതിനാൽ കുട്ടികളുടെ തലയിലോ കഴുത്തിലോ മുഖത്തോ ഒക്കെ പെട്ടെന്ന് കടിയേൽക്കാം. ഇത് കുട്ടികളിൽ പെട്ടെന്ന് പേവിഷബാധയുണ്ടാകാനുള്ള കാരണമാകുന്നു. പട്ടി കടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് പേപ്പട്ടി ഓടി വരുന്നത് കണ്ടാൽ രക്ഷപ്പെടാൻ സുരക്ഷിതമായ ഇടത്തേക്ക് മാറണമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഉയരത്തിലേക്ക് കയറി നിൽക്കാം. മതിലോ വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് ഒട്ടും സമയം കളയാതെ തന്നെ കയറണം. ഗേറ്റ് ഉണ്ടെങ്കിൽ വേഗം തുറന്ന് അകത്ത് കയറി ഗേറ്റ് അടയ്ക്കണം. തൊട്ടരികിൽ ഒരു കടയുണ്ടെങ്കിൽ കടയ്ക്കകത്തേക്ക് കയറി ഷട്ടറോ ഗ്ലാസോ ഇടണം. അതത് സാഹചര്യങ്ങളിൽ ഏറ്റവും സുരക്ഷിത ഇടം തേടണം. ഇനി ഇതൊന്നും ചെയ്യാൻ കഴിയാതെ ഓടുന്നതിനിടയിൽ വീഴുകയോ പട്ടി കടിക്കുമെന്ന് ഉറപ്പാകുകയോ ചെയ്താൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മുഷ്ടികൾ ചുരുട്ടി ചെവികളും പൊത്തി തലഭാഗത്ത് വിരലുകളുടെ അറ്റത്തും കടിയേൽക്കാത്ത വിധത്തിൽ പോലെ ചുരുണ്ട് കിടക്കാം. അപ്പോൾ വിരൽ തുമ്പത്തും ചെവിയിലും മുഖത്തും മറ്റും കടിയേൽക്കാതെ രക്ഷപ്പെടാം. 2 തരം കുത്തിവെപ്പുകളാണ് പേവിഷബാധയ്ക്കുള്ളത്. മുറിവിന്റെ കാഠിന്യമനുസരിച്ചാണ് ഡോക്ടർ ഇതിൽ ഏത് വേണമെന്ന് നിർദ്ദേശിക്കുക. ഇൻട്രാഡെർമൽ റാബിസ് വാക്സിൻ, അതായത് IDRV. മറ്റൊന്ന് ആന്റിബോഡി അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെപ്പ്. ഇവയാണ് പേവിഷബാധയേറ്റാൽ നൽകുന്ന കുത്തിവെപ്പുകൾ. 0.5 ml മരുന്ന്
ഉരത്തിന് താഴെ ഡെൽറ്റോയിഡ് പേശിയിലാണ് കുത്തുന്നത്. കുട്ടികളിൽ തുടയുടെ ഉൾവശത്താണ് കുത്തിവയ്പ് നടത്തുന്നത്. കുത്തിവയ്പ് തുടങ്ങുന്ന ദിവസത്തെ 0 ദിവസമായി കരുതിയാൽ 0, 3, 7, 14, 28 എന്നീ ദിവസങ്ങളിൽ ഇഞ്ചക്ഷൻ എടുക്കണം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 90-ാം ദിവസം ഒരു കുത്തിവയ്പ് കൂടി എടുക്കാറുണ്ട്. സാധാരണ സ്വകാര്യ ആശുപത്രികൾ ഈ രീതിയാണ് തുടരുന്നത്. തൊലിപ്പുറത്തെടുക്കുന്ന ഇഞ്ചക്ഷന് മരുന്നിന്റെ അളവ് കുറച്ചു മതി. ഉരത്തിന് താഴെ തൊലിപ്പുറത്താണ് കുത്തിവയ്പ് എടുക്കുന്നത്. 0, 3, 7, 28 ദിവസങ്ങളിലാണ് കുത്തിവയ്പ്പുകൾ എടുക്കുന്നത്. ഇപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ കുത്തിവയ്പ്പാണ് ലഭ്യമാക്കുന്നത്. ഈ രീതിയിലുള്ള ഇഞ്ചക്ഷൻ വേഗത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടാവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്.